ഇനിയിപ്പോൾ നമ്മൾ സ്ത്രീകളുടെ പക്ഷത്ത് നിന്ന് മാറി ഈ സിനിമാ മേഖലയിൽ ഉള്ള പുരുഷന്മാരുടെ ഭാഗത്തേക്കൊന്ന് നോക്കിയാൽ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് ഇങ്ങനൊരു സംഭവം നടക്കാൻ സാധിക്കുന്നത്? ഇവിടെ മാത്രം ഇത്ര കൂടുന്നതിന് കാരണം എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കി. വേറെ മേഖലകളൊന്നും ഇത്രയില്ല. നഴ്സുമാർക്ക് ഇത്രയും പ്രശ്നം വരത്തില്ല, ടീച്ചർമാർക്ക് ഇത്രയും വരത്തില്ല. എല്ലാവരെയും ഒരുപോലെ കാണാൻ അവിടെ നിൽക്കാൻ പറ്റത്തില്ല അവർക്ക്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു സർട്ടിഫൈഡ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അല്ലെ അങ്ങനെയുള്ള ഒരു മേഖലയാണ് മറ്റേതൊക്കെ. ഈ സിനിമ വിട്ടിട്ട് ജേർണലിസം ആയാലും പഠിച്ചിട്ട് ഇതിനൊരു അങ്ങനത്തെ ഒരു സ്കില്ല് മാത്രം പോരാ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൂടെ വേണം. പക്ഷേ ഇവിടെ സിനിമ അങ്ങനല്ല. അത് പ്രത്യേകിച്ച് നായികമാരെ സംബന്ധിച്ച് നോക്കിയാൽ നമ്മുടെ സിനിമയിൽ അങ്ങനെ വലിയ നായികയ്ക്ക് പ്രാധാന്യമുള്ള ഭയങ്കരമായ സിനിമകളൊന്നും അധികം വന്നിട്ടുമില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ പ്രൊഫഷണലായിട്ടൊന്നും അറിയേണ്ട ആവശ്യമില്ല. പിന്നെ ആക്ടിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, പാട്ട് പാടുന്ന പോലെ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് എടുത്ത് ചുമ്മാ ഒരു ബോൺ ടാലൻറ്റ് എന്നൊക്കെ പറയുന്ന പോലൊരു സാധനമുണ്ട്. എല്ലാവർക്കും അഭിനയിക്കാൻ പറ്റുന്ന വെച്ചാൽ ഒരുപാട് പേര് എല്ലാവരും അഭിനയിക്കുമായിരിക്കും. പക്ഷേ എന്നാൽ പോലും കുറച്ച് കൂടുതൽ അഭിനയിക്കുന്ന ആൾക്കാർ അതിന് എന്തെങ്കിലും ഒരു രീതിയിൽ എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് തന്നെ ഇപ്പോൾ ഉണ്ട്. ആക്ടിങ് സ്കൂൾസൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ പഠിക്കാൻ ചെന്നാൽ പോലും ഇവിടെ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് ഇതൊക്കെ തന്നെ നേരിടേണ്ടി വരും. എന്താ പറയുക, ഇതിനകത്ത് കയറിപ്പറ്റാൻ ഷോർട്ട് കട്ട്സ് ഈ രീതിക്ക് എടുത്താൽ രക്ഷപ്പെടുന്നുണ്ട്. പല മാതൃകകളും ചിലപ്പോൾ അവർ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ മുന്നേ ഉള്ളവർ പറഞ്ഞു കൊടുക്കുമായിരിക്കും. അപ്പോൾ അവിടുത്തെ സ്ത്രീകൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ഏറ്റവും അൺസേഫായിട്ട് നിൽക്കുന്ന സാധനങ്ങളായിരിക്കും ചിലപ്പോൾ. അതുപോലെ തന്നെയാണ് വേറെ ചില കാറ്റഗറിപ്പെടുന്ന, ഇപ്പോൾ ക്ലീനിങ്ങിന് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ലേബർ കാറ്റഗറി, അല്ലാതെ ഈ മനസ്സിലായില്ല. ഇപ്പോൾ ഒരു ഡോക്ടർ എന്ന് പറയുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇത്രയും വരത്തില്ല. എല്ലാ ഡോക്ടേഴ്സിനിടെ കാണും, പക്ഷെ വളരെ കുറച്ച് പേർക്ക് കാണത്തുള്ളൂ. ടീച്ചർമാർക്കായിക്കോട്ടെ, എഞ്ചിനീയേഴ്സിനായിക്കോട്ടെ, അവർ ആ ഒരു ഏരിയയിൽ ഇത്ര നടക്കാതെ പോകുന്നതിന് കാരണം അതൊക്കെയാണ്. അപ്പോൾ ഇവിടെ വരുന്ന സ്ത്രീകൾക്ക് ഈ ഒരു ഷോർട്ട് കട്ട് എടുക്കാം. അവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ജീവിതം തന്നെ രക്ഷപ്പെടും. എല്ലാവർക്കും അഭിനയിക്കാൻ കഴിവുള്ളവരൊന്നും അല്ല പലരും ഇവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പല ആൾക്കാർ. അതിനകത്ത് നെപ്പോട്ടിസം എന്ന് പറയുന്ന സാധനം വർക്ക് ചെയ്യുമ്പോൾ മക്കൾക്ക് സുഖമായിട്ട് കയറി എന്ത് വേണേൽ കാണിക്കാം. എന്ത് പൊട്ടത്തരം കാണിച്ചാലും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാം. നിർബന്ധിച്ചൊക്കെ അഭിനയിക്കുക, നിർബന്ധിപ്പിച്ച് അഭിനയിപ്പിക്കുക. എന്തൊരു കഷ്ടപ്പാടാന്ന് നോക്കിയാണ്. പിന്നെ ഒട്ടും അഭിനയിക്കാൻ അറിയത്തുമില്ല, ഒന്നിനും കൊള്ളത്തുമില്ല. ചുമ്മാ വേറെ ഏതോ ജോലി ചെയ്യേണ്ട പിള്ളേരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാ എൻ്റെ സിനിമാടന്മാരുടെ മക്കളെല്ലാം സിനിമയിലുണ്ട്. അത് ഡയറക്ടറായിട്ടുണ്ട്, ആക്ടറായിട്ടുണ്ട്, ടെക്നിക്കലി പലരും എഡിറ്റർ, പിന്നെ ക്യാമറമാൻ, എല്ലാം ഇത് തന്നെ. അപ്പോൾ അവിടെ അങ്ങനെ ഈ ക്യാമറമാൻ എന്നൊക്കെ പറഞ്ഞാലും ക്യാമറ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പഠിച്ചാൽ തന്നെ ചിലപ്പോൾ ഇവനൊക്കെ ആയിപ്പോവും. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ പുള്ളികൾ അവിടെ ഇരുന്ന് ഈ പന്നപ്പടമൊക്കെ അല്ലേ ചെയ്യുന്നത്. ഇതൊക്കെ എഡിറ്റ് ചെയ്യാൻ ഇത്ര വലിയ കഴിവിരിക്കുന്നത് വേണം. അതിനൊക്കെ ഈസിയായിട്ട് ഞാൻ വേണമെങ്കിൽ ഫോൺ എഡിറ്റ് ചെയ്ത് തരാം. ഇമാരൊക്കെ ചെയ്യുന്ന പണി ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്ത് ഫോണിൽ എഡിറ്റ് ചെയ്ത് ഈ പല പൊട്ടന്മാരെടുത്ത പടത്തേക്കാളും നന്നായിട്ട് എനിക്കെടുക്കാൻ പറ്റും. അതെനിക്കറിയാം. അപ്പോൾ അവിടെ പിന്നെ കഥയും സ്ക്രിപ്റ്റും എന്ന് പറയുന്നതിനകത്ത് ഭയങ്കര രസമുണ്ട്. അവിടെ ഒരുപാട് പേര് വഞ്ചിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ കഥ അടിച്ചു മാറ്റി അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് അടിച്ചു മാറ്റി എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത് ഈ പുള്ളികളെ കൊണ്ട് പലർക്കും പറ്റത്തില്ല. ഈ പറഞ്ഞ പോലെ വലിഞ്ഞു കയറി വന്നതും എല്ലാം അപ്പൻ വലിയ പുള്ളിയാണ് അതുകൊണ്ട് മകനെ കൊണ്ടാക്കാം എന്ന് വിചാരിച്ചാലും നടക്കുന്ന കാര്യമല്ലത്. പിന്നെ ഡയറക്ടർ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട്. കൊള്ളാവുന്ന ഡയറക്ടറുണ്ട്, ലൊടുക്ക് ഡയറക്ടറുണ്ട്. ഇമാര് മറ്റേ ബാലരം പോലത്തെ സാധനമൊക്കെ വായിച്ചിട്ട് കഥ എഴുതി ഉണ്ടായി കഴിഞ്ഞാൽ അതുപോലത്തെ പടമൊക്കെ മതി. പിന്നെ ഈ ഇവിടുത്തെ കുറേ മിക്ക സിനിമയ്ക്കും ഡയറക്ടർക്ക് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല. ഡയറക്ഷൻ്റെ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു മെച്ചപ്പെട്ടൊരു പ്രോഡക്റ്റ് ഞാൻ കണ്ടിട്ടില്ല അടുത്തെങ്ങും. ആ പ്രമേയമൊക്കെ കൊള്ളാന്ന്. ഈ പറഞ്ഞ ആട്ടം, ഈ മഹാരാജ എന്നൊക്കെ പറഞ്ഞ പടത്തിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും അതുപോലെ തന്നെ മൊത്തം ക്രൂവിന് അഭിനയിച്ച ആൾക്കാർക്ക് വരെ അടിപൊളിയാണ്, നല്ല സിനിമയാണ്. അപ്പോൾ ടോട്ടലി അത് കൊള്ളാവുന്നൊരു പ്രോഡക്റ്റ് ഉണ്ട്. അല്ലാതെ ഇവിടെ മലയാള സിനിമയിൽ കൂടുതലും ഇവന്മാരുടെ ഭാഗത്തു നിന്ന് വരുന്നതൊക്കെ പാഴ. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പോൾ ഇനി എങ്ങനെ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റും? ഇത് കറക്ഷൻ നമുക്കൊരു എന്താ പറയുക, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി പാസ്സായി വരുന്നവർ അവർ ക്വാളിഫൈഡ് എന്നൊക്കെ പറഞ്ഞ് വരുത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. പല പാട്ടുകാരും പലരും നല്ലപോലെ പാടുന്നവരെ നമുക്കറിയാം. പക്ഷെ അവർ സംഗീത അക്കാദമി പഠിക്കാൻ പറ്റാതെ പോയത് 10ാം ക്ലാസ് പാസ്സാകുന്നതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ കംപ്ലൈൻ്റ് ഒക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നേരത്തെ. ഒരു ഗായകൻ പറയുന്നുണ്ട്. ഇതിനെയൊക്കെ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ സംവിധാനം മൊത്തത്തിലുള്ള ഈ വിദ്യാഭ്യാസ സമ്പ്രദായം, അല്ലെങ്കിൽ ഇവിടെ ഓരോ സ്ഥലത്തും വേണ്ടുന്ന ചില റെഗുലേഷൻസും അതുപോലെ തന്നെ അതിനൊക്കെ വേണ്ട ക്വാളിഫിക്കേഷനും സർട്ടിഫിക്കേഷനും അല്ലെങ്കിൽ ഇവർക്കിനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെ എന്തെങ്കിലും പരാതി ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. ഇതൊക്കെ ഇങ്ങനെയുള്ളവർ വന്ന് പറയുമ്പോൾ അതെടുക്കുന്നില്ല. അതേസമയം നേരെ മറിച്ചൊരു ആശുപത്രിയിൽ ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് നേരെ സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടർ എന്തെങ്കിലും അലമ്പ് കാണിച്ചാൽ അവരെ ഒന്ന് റിപ്പോർട്ട് ചെയ്താൽ ഉണ്ടാകുന്ന ആക്ഷനും എല്ലാം അതുപോലത്തെ നടപടികളും ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നടക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള വ്യവസായത്തിൽ ഈ സംഭവം നടക്കുന്നേ ഇല്ലെന്നുള്ളതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളൊക്കെ ഒന്ന് പറയുമ്പോൾ മനസ്സിലാവുന്നത്. അതുകൂടാതെ രണ്ടു തരം ആൾക്കാരും ഉണ്ട്. ഈ അഡ്ജസ്റ്റ്മെന്റ് വഴങ്ങി കഴിയുമ്പോൾ സിനിമകൾ ഒരുപാട് കിട്ടുന്നു, എന്നാൽ ഇതിന് വഴങ്ങാത്തവരും ബാക്കി ഡിപ്രഷൻ അടിച്ച് മാറിയിരിക്കുന്നു. എനിക്ക് നേരിട്ടറിയാവുന്ന ഒത്തിരി പേരുണ്ടെന്നേ, നല്ല സൂപ്പറായിട്ട് അഭിനയിക്കുന്നവർ.
പക്ഷെ അവർക്ക് പല രീതിയിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ ഇടപെടത്തില്ല. അതൊരു അങ്ങനത്തെ മനുഷ്യരില്ലേ, അവരെല്ലാം അങ്ങ് ഒഴിവാക്കിക്കൊണ്ട് സിനിമയുടെ ക്വാളിറ്റിയും കളഞ്ഞ് ഒരു കലയെന്ന് പറയുന്ന ഈ കല എന്ന് പറയുന്ന സാധനം എന്താ പറയുക, ഇങ്ങനെ മിസ്യൂസ് ചെയ്യുന്നവരെ ഉള്ളത് കൊണ്ട് നാട് വരെ നശിച്ചു പോകും. മനസ്സിലായോ? ഇവന്മാരൊക്കെ ഉണ്ടാക്കുന്ന സാധനം കണ്ട് എൻജോയ് ചെയ്യേണ്ട ഗതികേട് നിൽക്കുന്ന പ്രേക്ഷകൻ, അവൻ കൂടുതൽ പേർക്കും അറിയത്തില്ല ഇതെന്തുവാ. ഇന്റർനാഷണൽ മൂവീസ് കാണാനുള്ള വിദ്യാഭ്യാസം ഉണ്ടാകത്തില്ല, മലയാളം അല്ലാതെ വേറൊരു ഭാഷ അറിയത്തില്ലായിരിക്കും. അങ്ങനത്തെ നിവൃത്തികെട്ടവരെ തന്നെ ചൂഷണം ചെയ്യുന്ന പരിപാടി നടക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇതൊക്കെ എന്ത് സിനിമയാണ്? അപ്പോൾ ഇവിടെ ഉള്ളവർ എന്നെ ഒന്ന് തെറി വിളിക്കും, ഏറ്റവും തെറ്റപ്പിൽ നടൻ ഇയാളാണ് അടിച്ചു വിടുക, വേറെ തന്നെ രണ്ടാമത്തെ നടനാന്ന് പറയുക. അങ്ങനെ വരുമ്പോൾ ഉടനെ എന്താ പറയുക, ഇതൊക്കെ അംഗീകരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിവില്ലായ്മ ഉണ്ടെന്നുള്ള കാര്യം ചൂഷണം ചെയ്യുന്നതാണ് ഇവരുടെ കുറേ പരിപാടികൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നടന്നേക്കുന്ന ഒരുപാട് തട്ടിപ്പുകളുണ്ട്. അതിനകത്ത് ഈ കഥ അടിച്ചുകൊണ്ട് പോയവർ കുറേ കഷ്ടപ്പെട്ടായിരിക്കും ഒരു കഥ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, അത് ഓരോരുത്തന്മാർ അടിച്ചുകൊണ്ട് പോകും. ഇന്നലെ തുടങ്ങിയ പരിപാടി ഒന്നല്ല. പിന്നെ ചൂഷണം ചെയ്യുന്നത് ഈ ലേബർ ക്ലാസ്, അതിനകത്ത് വർക്ക് ചെയ്യുന്ന, ഏറ്റവും കുറച്ച് സാലറി മേടിക്കുന്ന, ഒരു ക്യാരവാനിൽ കയറിയിട്ട് പോലും ഇല്ലാത്ത ആളുകളാണ് മെജോറിറ്റി അവിടെ വർക്ക് ചെയ്യുന്നത്. അവരെ ഇങ്ങനെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ വലിയ ശമ്പളമൊന്നും കൊടുക്കാതെ എന്നും അടിമയെ പോലെ ട്രീറ്റ് ചെയ്യുന്നൊരു പരിപാടി, വേതനങ്ങൾ കിട്ടാതെ ആൾക്കാർ കംപ്ലയിൻസ് ഒരുപാട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രി ആയിപ്പോയത്, കറപ്റ്റഡ് ഇൻഡസ്ട്രിയാണ്. ഇതിനെ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാ. അത് ഇവിടെ നിന്ന് തുടങ്ങണം. എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഇതൊക്കെ മോണിറ്റർ ചെയ്യുന്ന സിസ്റ്റം ആണെങ്കിലും അവിടെയും കറപ്ഷനാണ്. കാരണം ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ സെൻസർ ബോർഡ് എന്ന് പറയുന്നത്, സെൻസർ ബോർഡ് ഇഷ്ടമുള്ള പോലെ സെൻസർ ചെയ്യുന്നത്. മെയിൻ ആൾക്കാർക്ക് സെൻസർ ബോർഡ് വലിയ പ്രശ്നം ഉണ്ടാക്കത്തില്ല. ഞാൻ പല സർട്ടിഫിക്കറ്റ് ഇടേണ്ട പടങ്ങൾ, വയലൻസ് ഉള്ള സിനിമ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഒരെണ്ണം പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല. അതേസമയം വേറെ തന്നെ തേങ്ങ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ കയറി വെട്ടും. എല്ലാവരും കേട്ടോണ്ടിരിക്കുന്ന ഡയറക്ടേഴ്സ്, ഇതിനു മുമ്പ് ഈ പ്രശ്നത്തിൽ അനുഭവിച്ചിട്ടുള്ളവരൊക്കെ മുന്നോട്ട് വന്ന് പറ, ഇതൊക്കെ ഇതിനകത്ത് കറപ്ഷന്റെ ഭാഗമാണ്. നിങ്ങൾ എന്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അത് സ്ത്രീകൾ മാത്രം അനുഭവിച്ചല്ല, ഈ പറഞ്ഞ ഈ ഇൻസ്റ്റിറ്റ്യൂഷനകത്തുള്ള പല ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് നിങ്ങൾ നേരിട്ടുള്ള എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഇവിടെ നിന്ന് പടം ഉണ്ടാക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ബോംബെ പോയി കേസ് കൊടുക്കുന്നു, പിന്നെ അവിടെ നിന്ന് അപ്രൂവൽ എടുക്കുന്നു, എന്തോരം ബുദ്ധിമുട്ടും ആൾക്കാർ കിടന്ന്. എന്നാലോ നേരെ മറിച്ച് ഈ പറഞ്ഞ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ, ആ പവർ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ പിടിപ്പിക്കൽ മാത്രമല്ല, അവർക്ക് എന്ത് തരത്തിലുള്ള പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ടാണെങ്കിലും അവരുടെ ഇഷ്ടത്തിന്. ഇവിടെ പിന്നെ തിയേറ്റർ എന്ന് പറഞ്ഞ പരിപാടിക്കകത്തുള്ള ഞാൻ എപ്പോഴും പറയാറില്ലേ, തിയേറ്റർ കിട്ടുന്നില്ല പല പടങ്ങൾക്കും. ഇങ്ങനെയുള്ളവന്മാർ പടം ഇറക്കി കഴിഞ്ഞാൽ എത്ര പന്നപ്പടമാണല്ലോ അതിട്ട് ഓടിക്കും. സാറ്റലൈറ്റ് റൈറ്റ്സിനകത്ത് പ്രശ്നമുണ്ട്. ഇപ്പോൾ OTT-ക്കകത്തും കിടന്ന് ചുമ്മാ അഭ്യാസം കാണിച്ച് അതിനകത്ത് കുളമാക്കിയിട്ടുണ്ട്. അതിനകത്ത് പല നടന്മാരും പ്രമുഖർ ഇപ്പോൾ ഉണ്ട്. അത് സാധാരണക്കാരനല്ലേ, കഴിവുള്ളൊരുത്തനായിരിക്കാം, ആരായിക്കോട്ടെ. ഇവരെന്തിനാ ഈ തടയുന്നത്? ഇവരെന്തിനാണ് ഈ പറഞ്ഞ പക്ഷാഭേദം കാണിക്കുന്നത്? അതെല്ലാവരും പുറത്തോട്ട് വരണം, പറയണം. ഇതിനൊക്കെ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിപ്പോൾ പെണ്ണുങ്ങളെ കയറി പിടിച്ചതല്ല ഇഷ്യൂസ്, പെണ്ണുങ്ങളെ പിടിക്കുന്നത് സീരിയസ് ഇഷ്യൂ ആണ്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനോടൊപ്പം തന്നെ അത്രയും തന്നെ വാല്യൂ ഉള്ള പരിപാടികളിൽ എത്ര പേരുടെ പൈസ പോയി, എത്ര സിനിമ പെട്ടിക്കാത്തിരുന്നു പല ഇങ്ങനത്തെ എന്താ പറയണ്ട ഈ ഓർഗനൈസേഷന് മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് കറപ്ഷൻ കൊണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ പവർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലരും ദുഃഖിച്ച് എത്രയോ പ്രൊഡ്യൂസർമാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, നടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യുന്നതിനകത്ത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ എങ്കിൽ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും വൃത്തികെട്ട രീതിയിൽ വലിയ സംഘടനകളിരുന്ന് മാനേജ് ചെയ്തതിനകത്തുനിന്ന് പിരിഞ്ഞു പോയപ്പോൾ ദുഃഖമുണ്ടായെന്ന് പറയുന്ന മഹാനടനെയൊക്കെ പിടിച്ച് എന്തോ ചെയ്യണ്ടേ? ഇവരൊക്കെ തന്നെ ചെയ്ത് കൂട്ടിയതല്ലേ. ഇപ്പൊ പാട്ട് പാടാൻ മ്യൂസിക്കിനകത്തുണ്ട് ഈ പ്രശ്നം, ഗായകന്മാരെ അടിച്ചൊതുക്കും, മ്യൂസിക് ഡയറക്ടേഴ്സിനെ അടിച്ചൊതുക്കും. അവർക്ക് പിന്നെ ഇൻഡസ്ട്രി നിൽക്കാൻ പറ്റത്തില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ചിലരുമായിട്ട് സൂചിപ്പിച്ചില്ല എന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങൾ. അല്ല, എന്താ ഇവിടെ കാണിച്ചു കൊടുക്കുന്നത്? ഇവർ കഴിഞ്ഞിടയ്ക്ക് ഉണ്ടാക്കിയ സിനിമകളും പാട്ടുകളും ഒക്കെ എടുത്ത് നോക്കും നിങ്ങൾ. ഈ പ്രോഡക്റ്റിന് കൊള്ളാത്ത സാധനം, ഇത് കയറ്റി ഒരു സൂപ്പർ സ്റ്റാർ ആണ്, അയാളാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കുറേ വിവരമില്ലാത്തവന്മാർ കയറി സിനിമയും കണ്ട് കുറേ കാശുണ്ടാക്കാൻ പറ്റുന്നല്ലാതെ ക്വാളിറ്റി ഉള്ളൊരു ഒരു ആർട്ട് നടന്നിട്ടില്ല ഇവിടെ. മനസ്സിലായി? കലാപരമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലതും വട്ടപൂജ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് നശിച്ചിട്ട് ഏകദേശം ഒരു 50 അല്ല കേട്ടോ, സോറി, അത്ര ആയിട്ടില്ല, ഒരു 25 വർഷം അല്ലെങ്കിൽ 30 വർഷമായി കാണും കലാമൂല്യം നശിച്ച ഒരു ഇൻഡസ്ട്രി. അതിനകത്ത് വല്ലപ്പോഴും ഇടയ്ക്ക് ഓരോ ഭയങ്കരമായ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് വരുന്ന ആളുകൾ സ്വന്തം വീട് വരെ പണയപ്പെടുത്തിയിട്ടൊക്കെയാണ് TV ചന്ദ്രനൊക്കെ സിനിമ എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഡയറക്ടേഴ്സിനെ ഒന്നും പലരും കണക്കാക്കുന്ന പോലുമില്ല. ചില അവാർഡ് മേടിക്കാൻ നേരത്തെ ഈ സൂപ്പർ സ്റ്റാറുകൾ വന്ന് സഹകരിക്കുന്നതായി കാണുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെയും പോയി ആ മറ്റേ പണിയാണ് കാണിക്കുന്നത്. ഇത് തരികിട, തട്ടിത്തരികിട, തിരികിട, ധോം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ അടിയും പിടിയും പൊട്ടപ്പാട്ടും ഒക്കെ ഇട്ട് ആൾക്കാരെ പറ്റിക്കുന്ന ടൈപ്പ്. അതും ഒരു എന്താ പറയാ, ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്ന സാധനം ഇല്ല ഇവർക്ക്. സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അത് കലാകാരന് ബേസിക് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ്. അത് ടോട്ടലി ഇല്ലെന്നുള്ളത് ഇവരുടെ സിനിമ കണ്ടറിയാം. ഇത്രയും പോലീസുകാരെ ചവിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇവരുടെയൊക്കെ മിക്ക സിനിമയിലും പോലീസുകാരെ തല്ലി തോപ്പിക്കുന്ന നായകനും ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട്, പിന്നെ കറക്റ്റഡ് ആയിട്ട് പോലീസുകാരുടെ എന്തെങ്കിലും ആയിരിക്കും കാണിക്കുന്നെങ്കിൽ പോലും ഇങ്ങനെയുള്ള രീതിയിലൊന്നും എനിക്ക് താല്പര്യം തോന്നുന്നില്ല. മനസ്സിലായി? ഇതൊന്നും കാണിക്കുന്നതിനകത്ത് അങ്ങനെയല്ല അത് കറക്റ്റ് ചെയ്യേണ്ടത്. അല്ലെ അങ്ങനത്തെ പ്രവണതകൾ ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. പലയിടത്തും ഇവരിങ്ങനെ തിരിച്ചു മറിച്ചും കാണിച്ചിട്ട് തെറ്റിക്കുക ചെയ്യുന്നത്. അപ്പൊ അതൊന്നും നമ്മളധികം ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല. നമ്മൾ ഓരോ സിനിമ എടുത്ത് പൊളിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ,
നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇവരുടെ. പിന്നെ പൊളിറ്റിക്സ്, ഈ ഒളിച്ചുകിടത്തല്, വർഗീയത, ജാതി, ഇങ്ങനത്തെ രാഷ്ട്രീയം, ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പാട്ട്, സിനിമ, ഇതെല്ലാം ഒളിച്ചു കിടത്തുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതുകൂടാതെ പിന്നെ ഈ പറഞ്ഞ അളിഞ്ഞൊരു സൊസൈറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റാർ, എന്താ പറയണ്ടേ, അങ്ങനെ ഒരു ഹീറോ, ഇതൊക്കെ ഒന്നും നല്ലതിനല്ല. ടോട്ടലി പ്രശ്നമുള്ളൊരു സംഭവം. ഇവരുടെ പ്രോഡക്റ്റ് ശരിയല്ല, ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ശരിയല്ല, ഇവിടുത്തെ റെഗുലേഷൻസ് ഇല്ല, ഇതിനൊന്നും ഒരു മര്യാദയില്ല. തോന്നിയ പോലെ ഈ പറഞ്ഞ പോലെ എന്താ പറയണ്ടേ, ഇച്ചിരി കാശുണ്ടാക്കിയല്ലേ, ഇച്ചിരി പവർഫുൾ ആയി കഴിഞ്ഞാൽ ആർക്കും കയറി എന്തും ചെയ്യാം, അവർക്ക് മാത്രം ചെയ്യാം. നല്ല ചെയ്യാൻ വന്നാൽ പോലും സമ്മതിക്കാത്തവന്മാരായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയെ പറ്റി ഇപ്പോൾ ഇവിടെ പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നു. എല്ലാവരും ഈ പെണ്ണുങ്ങളെ പിടിച്ചു അവിടെ ചെന്ന് മുട്ടി, ഇത് മാത്രമല്ല പ്രശ്നം. ഈ ഇൻഡസ്ട്രിക്ക് മൊത്തത്തിൽ പ്രശ്നമുണ്ട്. യാതൊരുവിധ അന്തസ്സില്ലാത്ത, ഒരുപാട് കലാകാരന്മാരെ നശിപ്പിച്ച, ഒരുപാട് കലാകാരന്മാരുടെ അവസരങ്ങളും ഇല്ലാണ്ടാക്കിയ ഒരു എന്താ മഹത്തായ കലയെ നശിപ്പിച്ച് ഇപ്പോഴും കലാകാരന്മാരെ ഇല്ലാണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഈ മലയാള സിനിമ. മലയാള സിനിമ കൂടുതലാണോ കുറവാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് പേർക്ക്, എത്രയോ കഴിവുള്ളവർക്ക് അവസരങ്ങൾ കിട്ടാതെ അവരുടെ സിനിമകൾ നശിപ്പിച്ചവന്മാര്, പാട്ട് പാടാൻ കഴിവുള്ളവനെ, സംഗീതത്തിൽ നിന്ന് തന്നെ എന്താ പറയണ്ടേ വിരക്തി ഉണ്ടാക്കിയവര്, എത്രയോ സംഗീത സംവിധായകന്മാരുണ്ടോ ഇവിടെ? ആർക്കെങ്കിലും അറിയാം ഇവിടെ കിടന്ന് ഈ കാണിക്കുന്ന ഇവനാണോ ഇവിടുത്തെ ഏറ്റവും കൊള്ളാവുന്ന സംവിധാനം? അങ്ങനെ ഉണ്ടെങ്കിൽ സംവിധായകന്മാരുണ്ട്. ഈ നടനാണോ ഈ ലോകത്തെ ഏറ്റവും വലിയ നടൻ? ഇതൊക്കെ കുറെ കൊല്ലമായിട്ട് നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കാത്ത പല സിനിമയും പല പാട്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഇവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഭയങ്കര മാസ് സീനാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ പാട്ട് ഇതാന്ന് പറഞ്ഞാൽ അതൊന്നും സമ്മതിക്കാനും പറ്റത്തില്ല. പിന്നെ ഏറ്റവും വലിയ കായകൻ ഇയാളെന്ന് പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല. അത്രേ ഉള്ളൂ. അംഗീകരിക്കുന്നത് എനിക്ക് സമ്മതിക്കും, ഞാൻ സമ്മതിക്കത്തില്ല. അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെയുള്ള എല്ലാ ഈ സാധനം കാണിച്ചിട്ടുള്ളവർക്കെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ യേശുദാസ് അടക്കം ഇതിനകത്തുണ്ട്. നിങ്ങൾ അങ്ങോട്ട് അന്വേഷിച്ച് നോക്കി. യേശുദാസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ കാരണം എത്രയോ പേർക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. MG ശ്രീകുമാർ എന്ന് പറഞ്ഞിരുന്നുണ്ട്. ഇവർക്കൊക്കെ ഇത്രയും പാട്ടും പാടാൻ വരുന്നു. എല്ലാ പാട്ടും പാടാൻ കഴിവുള്ള ഒരാളോ? എന്ത് വന്നാലും ഇവരെ പാടത്തുള്ളൂ. പിന്നെ ഇടയ്ക്ക് എങ്ങാണ്ടൊന്നൊരു ജാസീഫ്റ്റ് കയറി വന്നു. വേണുഗോപാൽ എന്ന് പറഞ്ഞൊരു ഗായകനുണ്ട്. എന്ത് നല്ല, ഇത്രയും നല്ലൊരു പാട്ടുകാരൻ ഈ കേരളത്തിൽ ഉണ്ടാകത്തില്ല. പിന്നെ ഇവിടുത്തെ സിംഗർ എന്ന് പറഞ്ഞാൽ ഒരേ ഒരാളേ ഉള്ളൂ കേരളത്തിൽ. ഒരേ ഒരാളെ സൂപ്പർ എന്ന് പറയാൻ എവിടെ കൊണ്ട് നിർത്തിയാലും ഒരേ ഒരു സിംഗർ എന്ന് പറയുന്നത് KS ചിത്രയാണ്. അല്ലാതെ അതിനപ്പുറത്ത് അത് കഴിഞ്ഞേ വരുന്നുള്ളൂ. യേശുദാസ്, MG ശ്രീകുമാറിനെ ഞാൻ കൂട്ടുന്നില്ല. എന്തിലായിക്കോട്ടെ, ശബ്ദം കൊണ്ടും എനിക്കത്ര ഇഷ്ടമല്ല. വേണുഗോപാലായിട്ട് ആരും ആയിക്കോട്ടെ, ചിത്ര കഴിഞ്ഞിട്ടേ ഉള്ളൂ. അല്ല, നിങ്ങൾ ഇങ്ങനൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ഈ ആണും പെണ്ണും ഒക്കെ മാറ്റി നിർത്തിയിട്ട് ഞാനെപ്പോഴും പറയും കേരളത്തിലൊരു സിംഗർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് സിംഗർ ആരാന്ന് ചോദിച്ചാൽ അത് ചിത്രയെന്നേ ഞാൻ പറയത്തുള്ളൂ. അവരുടെ ശബ്ദത്തിനും അവരുടെ പാട്ടിനും ഈ പറഞ്ഞ രാജ്യം മുഴുവൻ ആസ്വദിച്ചിട്ടുള്ള ഒരു സ്വരവും അല്ലെങ്കിൽ ആ ഒരു ഭാവം അവർക്കുണ്ട്. മനസ്സിലായില്ലേ? അവരൊരു നിഷ്കു ജീവിയാണ്. ആ പാവം പിടിച്ചവരെന്തോ ഇടയ്ക്കെങ്ങാണ്ട് പറഞ്ഞപ്പോൾ എല്ലാവരും അവരുടെ തലയിലോട്ട് കയറുന്നുണ്ടാണ്. എന്തോ പണ്ടത്രയാണ്ട് പറഞ്ഞു, എനിക്കറിയത്തില്ല എന്തോ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ബാക്കിയുള്ളവന്മാരോട് കിടന്ന് കാണിച്ചു കൊടുക്കുന്നത് കാണണം. ഈ കഴിവെല്ലാം ഒരുത്തനാവുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കരുത് ഒരിക്കലും. അങ്ങനെ ഒരു കഴിവില്ല ആർക്കും. എല്ലാ കഴിവും തികഞ്ഞൊരുത്തന്ന്. അവൻ ആരുടെ അവൻ? എന്നാലും അവൻ കാണിക്കുന്നതൊക്കെ ഇത്രയും മണ്ടത്തരമാണെങ്കിൽ പിന്നെ ഇവനെയൊക്കെയാണോ നിങ്ങൾ പൊക്കി പിടിച്ചത്? പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാൻ പറ്റാത്തൊരു ഗതികേടും ഈ നടന്മാർക്കും നടികൾക്കും ഈ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും ഉണ്ട്. ഒരുത്തം പോലും പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവിതം അവന്മാർ കുട്ടിച്ചോടാക്കും. ജീവിതം തകർക്കുമെന്നേ. അയാൾക്കൊരു കലയല്ലേ, അയാൾ എന്ത് ചെയ്യും പിന്നെ? അല്ല പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യായിരിക്കും. പക്ഷെ എന്നാൽ പോലും ഒരു കലാകാരന്റെ വിഷമം മനസ്സിലാക്കണം. അത് മനസ്സിലാകത്തില്ല ഒരുമാതിരിപ്പെട്ടവർക്ക്. ഈ നഷ്ടപ്പെട്ടവനല്ലാതെ വേറൊരാൾക്ക് മനസ്സിലാകുന്നില്ലെന്നേ. എനിക്കൊന്നും നഷ്ടപ്പെട്ടില്ല കേട്ടോ. എൻ്റെ ഏരിയ ഇതല്ല. പക്ഷെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഏറ്റവും കൂടുതൽ കലാകാരന്മാരെ എൻ്റെ ഫ്രണ്ട്സ്. എല്ലാ മേഖലയിലും ഒരു ജോലി ചെയ്യുന്നുണ്ട്. പാടുന്നവരുണ്ട്, ഇൻസ്ട്രുമെന്റ്സ് ചെയ്യുന്നവരുണ്ട്, മ്യൂസിക് ചെയ്യുന്നവരുണ്ട്, ഡയറക്ട് ചെയ്യുന്നവരുണ്ട്, നല്ല കഥ എഴുതുന്നവരുണ്ട്. ഓരോരുത്തരും ഒരു അവസരവും ഇല്ല. എല്ലാത്തിനും അടിച്ചൊതുക്കുക. എന്നിട്ട് ഇപ്പൊ പറയുന്നത് പെണ്ണ് മാത്രമേ ഉള്ളൂ ഇൻഡസ്ട്രിയുടെ ഒരു കുഴപ്പം. ഇൻഡസ്ട്രിയുടെ കുഴപ്പം ഇത് മാത്രമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പ്രൊഡ്യൂസർമാരെന്ന് പറഞ്ഞ് വന്നേക്കുന്നവന്മാർക്ക് പെണ്ണുങ്ങളെ വേണം, അത് വേറൊരു പ്രശ്നം. പലയിടത്ത് ഇത് തന്നെ നടക്കുന്നു. പിന്നെ കള്ളപ്പണം, ഈ ബ്ലാക്ക് മണി എല്ലാം കൂടെ കിടന്ന് കളിച്ചിട്ട് അതിന്റെ ഒരു പ്രശ്നം. ഇതിനൊക്കെ വേണ്ടിയിട്ട് സിനിമ ഉണ്ടാക്കുക. പിന്നെ നായകൻ ഇന്ന ആളെ കണ്ടുകൊണ്ട് കഥ എഴുതുക. ഇനി അയാൾ അങ്ങനെ തന്നെ കുറെ നാൾ, ഇനി അവനെ വെച്ചോണ്ട് പിന്നെ അവൻ മാത്രം, ഞാനേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനാണ് രാജാവ്. അങ്ങനെയൊന്നുള്ള പ്രവണതകൾ നല്ലതല്ല. മൊത്തത്തിൽ ഈ സാധനത്തിനകത്ത് ഒരുപാട് ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാണും. അത് എല്ലായിടത്തും, അതായത് കഥ എഴുതിയാൽ ഒരു പേന എടുത്ത് വെക്കുമ്പോൾ തൊട്ട് കള്ളത്തരം തുടങ്ങുക. മനസ്സിലായ? കള്ളത്തരം എന്നല്ല, ഒരു ചൂഷണം ചെയ്യാനുള്ള സാധ്യത തുടങ്ങുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അത് കഥ ഇടയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അത് അതിൽ അടിച്ചു മാറ്റാനും അത് പിന്നെ നാളെ കിടന്ന് കച്ചറ ഉണ്ടാക്കാനും അതൊക്കെ ഉള്ളൂ ഇവിടെ നടക്കുന്നത്. മ്യൂസിക് അടിച്ചോണ്ട് പോകും. ലിറിക്സ്, പല നല്ല ലിറിക്സും ചിലപ്പോൾ ഇവരൊന്നും എഴുതിയൊന്നും ആയിരിക്കത്തില്ല പലരും. നിങ്ങൾ എഴുതി ഇറങ്ങി ഇങ്ങോട്ട് എന്തോ നോക്കി ഇരിക്കുക, വിളിച്ച് പറ എല്ലാം കൂടെ. ഇവനെയൊക്കെ അങ്ങോട്ട് റെഡിയാക്കുക. നിങ്ങൾക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ മൊത്തം പറ. അല്ല ഇത് മാത്രം, ഈ പെണ്ണുങ്ങളെ മാത്രം നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവർ പീഡിപ്പിച്ചിട്ടുണ്ട്. പീഡിപ്പിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചമർത്തിയിട്ടുണ്ട്, അവസരങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് പേരുടെ. അതിനകത്ത് ഇപ്പോൾ ഈ വേണുഗോപാലും പെടും, ഉണ്ണിമേനോനോ വേറൊരു പാട്ടുകാരനുണ്ടാകുന്നു, അവരൊക്കെ ഉണ്ട് ഇതിനകത്തൊക്കെ. അടിച്ചിരുത്തിയ ആൾക്കാരെ ഇവരൊക്കെ. ഒരുപാട് സംഗീത സംവിധായകന്മാർ വരും ഇവിടെ നിന്ന് പുറത്താക്കിയവന്മാർ, അവസരങ്ങൾ കിട്ടാതെ ബാക്കി മറ്റേ
അയാൾ ഇമാര് 4 പേരെ ഇവർ 2 പേരേ ഉള്ളൂ വാടാൻ അറിയാവുന്ന ഒരു കേരളത്തിൽ. എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ചെറുപ്പക്കാരുടെ. എല്ലാം കയറി അങ്ങ് തിന്നണമെന്ന് പറഞ്ഞിറങ്ങിയവന്മാർ കാരണം. ഓരോരുത്തരും ഇനി ആരും ഉണ്ടായിരിക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ.